അസ്സലാമു അലൈക്കും. മനസ്സമാധാനമുള്ള ഒരു ജീവിതം വേണമെങ്കിൽ ഇന്ന് ദുൽഹിജ്ജ 11 പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിന് ഇഷാഇൻ്റെ മുമ്പായിട്ട് ഈ ഒരു അമലിനെ നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലി തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടാകും, സമാധാനക്കേടുകളുണ്ടാകും. എൻ്റെ ഒരു പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം, നിങ്ങളുടേതായിരിക്കില്ല എനിക്കുള്ളത് അല്ലേ. പലർക്കും പല രീതിയിലായിരിക്കും, പല കാരണത്താലായിരിക്കും. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ ആവശ്യം ഇന്നതാണ് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അതേപോലെ തന്നെ ഓരോരുത്തർക്കും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ഓരോ ആവശ്യങ്ങളും ഉണ്ട്. ആ ആവശ്യങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്? ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടും എന്നുറപ്പുള്ളൊരാഗ്രഹത്തിന് ഈ ഒരു അമലിനെ നീയത്ത് വെച്ചിട്ട് ഇത് ചൊല്ലി തുടങ്ങാം. ഇൻഷാ അല്ലാഹ് ഒറ്റ ദിവസം ചെയ്താൽ മതി. ചിലർക്കിത് ഒറ്റ ദിവസം ചെയ്തത് കൊണ്ട് ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അമലിൻ്റെ ഫലം ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നമ്മളുടെ കയ്യിൻ്റെ മുമ്പിൽ എത്തിയിട്ട് നിങ്ങളിതിനെ തട്ടി മാറ്റി കളയാതിരിക്കുക അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കത് ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചിരിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ ഈ ഒരു അമലിനെ മുഴുവനായിട്ട് കാണാനും ഇത് ജീവിതത്തിൽ കൊണ്ട് നടക്കാനും. അൽഹംദുലില്ലാ. ആദ്യം തന്നെ നമുക്കതിൻ്റെ കുറച്ച് അനുഭവങ്ങൾ നോക്കാം അല്ലേ. എന്നാലുള്ളൂ നമുക്കിത് ചെയ്യാൻ ഒന്നുകൂടെ ഒരു വിശ്വാസം കൂടുള്ളൂ. അൽഹംദുലില്ലാ, ഞാനിത് ചൊല്ലിയിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും ആ കാര്യം നടന്നു കിട്ടണം എന്നൊരു പൂതി മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു അമലിനെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അത്ഭുതം തന്നെയാണ് സംഭവിച്ചത്. ആ നടക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം ഇൻഷാ അല്ലാഹ് എനിക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു കമൻറ്റ് കൂടെ നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ. ഒരു കാര്യം നടക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളായി പ്രയാസത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ദുആ ഞാൻ കണ്ടത്. എന്തായാലും വേണ്ടില്ല, ഇന്ന് ജുമാ ദിവസമല്ലേ എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഈ ദിക്റിനെ ഞാൻ ചൊല്ലാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് ആ പ്രയാസം മാറിക്കിട്ടി. എല്ലാവരും ഈ ദിക്റിനെ മുറുകെ പിടിച്ചോളൂ. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ദിക്ർ തന്നെയാണിത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഇതാണ് മറ്റൊരു കമൻ്റായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് 100% സത്യമാണ്. ഞാൻ ഇതിൽ പറയുന്നത് പോലെ തഹജ്ജുദ് സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കാര്യം നടക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് കമൻസുകളാണ് ഈ ഒരു അമലിൻ്റെ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇനി നമ്മൾക്ക് മുമ്പിൽ കുറച്ച് സമയങ്ങളുണ്ടല്ലേ. ഇതിലെ ഏറ്റവും നല്ല സമയങ്ങളാണ് നമ്മുടെ അസർ നിസ്കാര ശേഷവും അതേപോലെ തന്നെ മഗ്രിബ് നിസ്കാര ശേഷവും. ഈ രണ്ട് സമയങ്ങളിലോ അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ നമ്മൾ ദിവസവും ചെയ്യുന്ന മറ്റ് അമലുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളോടും നിങ്ങൾ വർത്തമാനം പറയേണ്ട ഒരു ഇടവരരുത്. അത്തരത്തിൽ സംസാരിച്ചു കൊണ്ട് ചെയ്യേണ്ട ഒരു അമലല്ല ഇത്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ശുദ്ധിയുള്ളവർക്കും ശുദ്ധി ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമൽ തന്നെയാണിത്. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു 11 സലാത്ത് ചൊല്ലാണ് വേണ്ടത്. 11 സലാത്ത്, ഏത് സലാത്ത് ആയിക്കോട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് മുത്ത് റസൂലിൻ്റെ സന്നിധിയിൽ പോയി ഹാജറാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 സലാത്ത് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ചൊല്ലുക. അതിനുശേഷം 1000 തവണ അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള ഇസ്മായില്ല യാ അർഹമർ റാഹിമീൻ എന്നുള്ള ഇസ്മിനെ ഈ ദുൽഹിജ്ജ ദിവസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. യാ അർഹമർ റാഹിമീൻ എന്ന് ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ ചൊല്ലി തീർക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അല്ലേ. അങ്ങനെ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ അതിന് ശേഷം ഒരു 11 സ്വലാത്ത് കൂടെ നമ്മൾ ചൊല്ലാം. എന്നിട്ട് നമ്മളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തെ റബ്ബിൻ്റെ മുമ്പിലിരുന്നിട്ട്
ഒരു കുറച്ചിലും ഇല്ലാതെ ഒരു തരത്തിലുള്ള മറച്ചിലും ഇല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് തന്നെ റബ്ബിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മഗ്‌രിബിക്ക് ശേഷമോ അതോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇശാക്ക് ശേഷമോ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രമല്ല, ഈ ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല അല്ലേ, ഏതൊരു ദിവസത്തിലും നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാവുന്നതാണ്. മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. പരിശുദ്ധമായിട്ടുള്ള ഈ ദുൽഹിജ്ജയുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരുപാട് ആളുകളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും ദുആകളിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കും ചെയ്യാറില്ലേ. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തയടി ഉത്തരം കിട്ടുന്ന അമലായതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മഹത്തായിട്ടുള്ള ദുൽഹിജ്ജ 11 അന്നങ്ങളൊന്ന് ശ്രമിക്കാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഒരുപാട് നന്മകൾ കിട്ടുന്ന ദിവസമാണ്. മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.